കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. മലപ്പുറത്തെ മണ്ണിൽ നിന്നുയരുന്ന ആ ശബ്ദം ഇടതു കോട്ടകളെ വിറപ്പിക്കുന്നു. കോൺഗ്രസിന്റെ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂരും മുസ്ലിം ലീഗിന്റെ കരുത്തനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഒരേ വേദിയിൽ ഒന്നിച്ചെത്തുന്നത് വെറുമൊരു ചടങ്ങായല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മലപ്പുറം പ്രസ് ക്ലബിന്റെ മാത്യു മണിമല പുരസ്കാരം മാധ്യമപ്രവർത്തനത്തിലെ കുലപതി മാത്യു വർഗീസിന് കൈമാറാനാണ് ശശി തരൂർ എത്തിയത്. എന്നാൽ അവിടെ കണ്ടത് UDF അണികൾ കാലങ്ങളായി ആഗ്രഹിച്ച ആ ഐക്യത്തിന്റെ ദൃശ്യമാണ്. തരൂരിനൊപ്പം നിറഞ്ഞ സാന്നിധ്യമായി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ചേർന്നപ്പോൾ അത് UDF അണികളിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല. കോൺഗ്രസിന്റെ കരുത്തും ലീഗിന്റെ സംഘടനാ പിൻബലവും ചേരുമ്പോൾ കേരളം വീണ്ടും കൈപ്പത്തിക്ക് കീഴിലാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജനാധിപത്യ വിശ്വാസികൾ. കേരളത്തിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരു ജനകീയ നേതാവ് ലീഗ് നേതൃത്വവുമായി നടത്തുന്ന ഈ ഹൃദ്യമായ സംവാദം രാഷ്ട്രീയ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നതാണ്. മാധ്യമങ്ങൾ സമൂഹത്തിന്റെ കണ്ണാടിയും വിളക്കുമാണെന്ന് തരൂർ ഓർമ്മിപ്പിക്കുമ്പോൾ ഇടതു സർക്കാരിന്റെ അഴിമതികൾ തുറന്നുകാട്ടുന്ന കണ്ണാടിയായി UDF മാറുമെന്ന ഉറച്ച സന്ദേശമാണ് അവിടെ മുഴങ്ങിയത്. UDF-ൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ രാപ്പകൽ പണിയെടുക്കുന്ന CPM കേന്ദ്രങ്ങൾക്കും വർഗീയത കൊണ്ട് ലാഭം കൊയ്യാൻ നോക്കുന്ന BJPക്കും ഈ ഐക്യം വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. തരൂരിന്റെ ആഗോള പ്രതിച്ഛായയും ലീഗിന്റെ അടിത്തട്ടിലെ സംഘടനാ കരുത്തും ഒന്നിക്കുമ്പോൾ കേരളത്തിലെ മതേതര വോട്ടുകൾ ഒരിടത്തും ചോരില്ല എന്ന് ഈ കൂടിക്കാഴ്ച ഉറപ്പിക്കുന്നു. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആളിക്കത്തുമ്പോൾ അതിന് നേതൃത്വം നൽകാൻ തരൂരിനെ പോലുള്ള നേതാക്കൾ മുന്നിലുണ്ടാകുന്നത് കോൺഗ്രസിന് വരും കാലങ്ങളിൽ വലിയ ഗുണം ചെയ്യും. വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം വികസനത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള നേതാവാണ് ശശി തരൂർ. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് ഇത്തരം വേദികളിൽ പങ്കിടുന്നത് വഴി UDF മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട ജനങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിലെത്തും. മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണയോടെ കോൺഗ്രസ് നടത്തുന്ന ഈ പടയൊരുക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചുരുക്കത്തിൽ തരൂരും കുഞ്ഞാലിക്കുട്ടിയും ഒന്നിച്ചിരിക്കുന്ന ഓരോ ചിത്രവും CPM-നെ ഭയപ്പെടുത്തുന്നതാണ്. മതേതര കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്നു എന്നതിന്റെ വിളംബരമാണ് നാം മലപ്പുറത്ത് കണ്ടത്. പിണറായി ഭരണത്തിന്റെ അന്ത്യം കുറിക്കാൻ ഈ ഐക്യമൊന്നും മാത്രം മതിയെന്ന് വേണമെങ്കിൽ പറയാം. വരാനിരിക്കുന്നത് വലിയ രാഷ്ട്രീയ ബോംബുകൾ തന്നെയാണ്. ഈ ഐക്യം വോട്ടായി മാറുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കപ്പെടും.